വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ റെഡ് അലർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് പറഞ്ഞിട്ടുള്ളത്. വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷാണ് ആദ്യം ചേരുന്നത് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, എന്താണ് കണ്ണൂരിലെ സ്ഥിതി? അതോടൊപ്പം കാസർഗോട്ടെ സ്ഥിതി കൂടി. ശരത്ത്, കണ്ണൂരിൽ ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് ശേഷമാണ് ഇന്ന് കണ്ണൂരിൽ ഈ തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ടായത്. ഇന്നലെ രാത്രി മുതൽക്ക് തന്നെ മഴ ദുർബലമായി തുടങ്ങിയിരുന്നു. പിന്നീട് ഇന്ന് രാവിലെ ഇതുവരെയും അതിശക്തമായ മഴ പെയ്തിട്ടില്ല. മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ് കണ്ണൂരിൽ ഉള്ളത്. അതേസമയം തന്നെ ഇന്നലെ വൈകുന്നേരവും രാത്രിയുമായി കണ്ണൂരിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുള്ള അതിതീവ്ര മഴയിലും അതോടെ ശക്തമായ കാറ്റിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 114 വീടുകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി ലഭിച്ചിട്ടുള്ള കണക്കുകൾ. അതോടൊപ്പം തന്നെ 100 ഏക്കറിലധികം കൃഷിനാശവും കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 2 ദിവസമായി തുടരുന്ന മഴയിൽ, മലയോരത്ത് തുടരുന്ന മഴയിൽ ഈ പുഴകളിലെയും നദികളിലെയും വെള്ളം ഉയർന്നത് കൊണ്ട് തന്നെ വെള്ളക്കെട്ടിനുള്ള അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മഴ മാറി നിന്നതോടുകൂടി ആശങ്ക ഒഴിവായിരിക്കുകയാണ്. അവിടെ ജലനിരപ്പ് പുഴകളിലെല്ലാം തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അത്തരത്തിലുള്ള ആശങ്കകളില്ല. എങ്കിൽ കൂടിയും റെഡ് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം ഈ മലയോര മേഖലയിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും നൽകിയിട്ടുണ്ട്. ശരത്, ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയിട്ടുള്ളത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം പൊതുവിൽ മലയോര മേഖലയ്ക്കും തീരമേഖലയ്ക്കും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ സന്തോഷ് കണ്ണൂരിൽ നിന്ന് നൽകിയത്.